ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്യുക്ക് ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചപ്പാത്തി കറിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യം 5 സവോളയും ഒരു തക്കാളിയുമാണ്. അപ്പം അതിൽ സവോള നമ്മൾ ഈ രീതിയിൽ തന്നെ അരിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതിലായിട്ടുള്ള രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ ഒരു തക്കാളിയുമാണ് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. നല്ല അടിക്കട്ടിയുള്ളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെടുത്ത് ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിക്ക് ഒരു നല്ല മണം കിട്ടാനായിട്ടാണ് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ്. ഞാനൊരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം ജീരകം എല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ജീരകവും കടുകും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾക്ക് വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ടയേർഡായിട്ടിരിക്കുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കറിയാണ് ഇത്. അപ്പോൾ നമ്മളുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മുറിച്ച് വെച്ചിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുത്തുള്ളത്. സവോള ഈ രീതിയിൽ തന്നെ മുറിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വേറെ പച്ചക്കറികളൊന്നും ഇല്ലാതെ, കാരണം നമ്മുടെ കറി വളരെയധികം ചുങ്ങി ചെറുതായി പോവും, അളവ് തീരില്ലാതെ ആയി പോവും. അതുകൊണ്ടാണ് സവോള ഈ രീതിയിൽ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഈ സവോളയുടെ കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. സവോള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആവണം. ഒരു ഭയങ്കരമായ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണം എന്നില്ല. പക്ഷെ ഒരു ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഈ സവോള ഇളക്കി കൊടുക്കണം. അത്ര തന്നെ സവോള വേവാനുണ്ട്. അപ്പം ഒന്ന് നമുക്ക് 2 മിനിറ്റ് കൂടുമ്പം സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് സവോള വഴണ്ടി വരട്ടെ. അപ്പോൾ ഈ സവോള വേഗത്തിൽ വഴലാനായിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ സവോള കുറച്ച് കൂടി വേഗം വഴലും. ഈ ഉപ്പും സവോളയും ബാക്കിയുള്ള നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് കൂട്ടി ചേരാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയും നല്ല അടിപൊളി ഫ്ലേവറുമാണ്. ചപ്പാത്തിക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി ലൈറ്റ് ഷെയ്ഡായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ സവോള വഴണ്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി വഴണ്ട് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം കളർ മാറി നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. സവോള നല്ല രീതിയിൽ തന്നെ ഇപ്പം കുക്കായി. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം സവോള നന്നായി വഴഞ്ഞു. അതിൻ്റെ കളർ നല്ല രീതിയിൽ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളും മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ കറിക്ക് നല്ലൊരു നിറം കിട്ടും. അതിനാണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാല പൗഡറുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇതിൽ ചേർക്കുമ്പം ഒരു നല്ല പ്രത്യേകമായിട്ടുള്ളൊരു ഫ്ലേവർ വരും. അതിനാണ് നമ്മളിത് കായത്തിൻ്റെ പൊടി ചേർക്കുന്നത്. അപ്പം എല്ലാ പൊടികളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം സവോളയായിട്ട്. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്ക് പൊടികളെല്ലാം ഇളക്കി കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പം ഇതിന് 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കസൂരി മേത്തിയും അതുപോലെ കുറച്ച് മല്ലിയിലയാണ്. കസൂരി മേത്തി നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം മാത്രമാണ് ചേർക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റെ നല്ലൊരു മണം അതിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റോളം നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം
ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കസൂരി മേത്തി മസാലയും സവോളയും എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. അത് നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി വേണം യൂസ് ചെയ്യാനായിട്ട്. തക്കാളിയുടെ പ്യൂരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായി മിക്സായി വരട്ടെ. 2 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പം എല്ലാം കൂട്ടും കൂടി നന്നായി മിക്സായി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീമാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് വേവിച്ചാൽ അതിൻ്റെ ആ ഒരു രുചി അങ്ങനെ മാറിപ്പോവും. ഫ്രഷ് ക്രീം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ഗ്ലാസ് പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രേവിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളമല്ല, പാലാണ്. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പാൽ ഒരുപാട് കൂടി പോവണ്ട. ഒരു 1/2 ഗ്ലാസ് പാലാണ് ഞാൻ യൂസ് ചെയ്തത്. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇതിലായിട്ട് ഉണ്ടായിരിക്കുക. ഈ പരുവത്തിൽ ഉണ്ടാവുന്നതാണ് നന്നായിട്ടുണ്ടായിരിക്കുക. അപ്പം ഈ പരുവത്തിലേക്ക് ആവശ്യത്തിന് ഞാൻ 1/2 ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈസി ആയിട്ടുള്ള ചപ്പാത്തി കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ചപ്പാത്തി കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേറെ പച്ചക്കറികളൊന്നും ആവശ്യമേ ഇല്ല. അപ്പം ഇതുപോലുള്ള വെറൈറ്റി കറികളായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ബായ്. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.